രണ്ട് നെല്ലിക്കയുടെ ജ്യൂസ് 20 സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കേട്ടോ. ഇത് മാതള നാരങ്ങ, ഇത് ഒരു മാതള നാരങ്ങയുടെ ജ്യൂസാണ്. ഇത് രണ്ടും ഞാൻ ഇന്ന് ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഭക്ഷണത്തിന്റെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കണം. രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്ന ഒരു ജ്യൂസാണ് ഇത്. രണ്ടും ഒരുമിച്ചല്ല കഴിക്കുന്നത്. ഒരു ദിവസം നെല്ലിക്ക ജ്യൂസ് ആണെങ്കിൽ ഒരു ദിവസം മാതളങ്ങയുടെ ജ്യൂസ്. കാരണം എൻ്റെ ബ്ലഡ് കൗണ്ട് 8 ആയിരുന്നു, അതിപ്പോൾ 10.5 ആയതിൻ്റെ മെയിൻ ആൾക്കാർ ഇവരുണ്ടാകാൻ. അപ്പോൾ ഈ രണ്ടുപേരെയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സമയക്കുറവുള്ള സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എന്നെ പോലുള്ള അമ്മമാർ ഒത്തിരി നാളായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം അറിയിക്കുക കേട്ടോ. ആഹാരത്തിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ അയൺ കണ്ടന്റും ഒക്കെ നമുക്ക് കിട്ടാതാവുമ്പോൾ വിളർച്ചയും, അതുപോലെ നമ്മുടെ സ്ത്രീകൾ അരി തിന്നുന്നൊരു പ്രശ്നം. ഞാൻ കുറേ അരി തിന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ എനിക്കതൊക്കെ മാറി. കാരണം എന്ന് വെച്ചാൽ ഞാൻ മരുന്ന് കഴിച്ചിട്ട് മാറ്റിയതല്ല, നമ്മുടെ ഭക്ഷണക്രമത്തിൽ നമ്മൾ അയൺ കണ്ടന്റ് ഉള്ള, വൈറ്റമിൻ സി ഉള്ള, ഒത്തിരി വിറ്റാമിൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് കേട്ടോ. കുറേ വാരി വലിച്ച് തിന്നുകൊണ്ടൊന്നും നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണമെന്നില്ല. അത്യാവശ്യം വണ്ണത്തിൽ നല്ല എന്താ പറയുക, വലിയ പൊണ്ണത്തടിയൊന്നും ഇല്ലാതെ കുറച്ച് മെലിഞ്ഞ് നമുക്ക് എപ്പോഴും ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് നല്ലൊരു ഉയർച്ചയും അതുപോലെ തന്നെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് സമയം കളയുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം, ഇതേപോലെയുള്ള 2 നെല്ലിക്ക നമുക്ക് ജ്യൂസ് എടുക്കണമെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മിക്സി ജാറിൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. കുറച്ച് ഉള്ളൂ. ഇത് നമ്മൾ അരിഞ്ഞിട്ട് ഇത് അടിച്ചു വരുമ്പോഴേക്കും പല പ്രാവശ്യം അടിക്കണം. അതുമാത്രമല്ല, ശരിക്കും നമുക്ക് അതിൻ്റെ നീര് കിട്ടില്ല. അപ്പം ഇത് ഞാൻ എന്നും ഈ മിക്സിയിൽ അടിച്ചടിച്ച് ഞാൻ ആകെ അവശതയായി. എനിക്കാണെങ്കിൽ ഇതിൻ്റെ ചവർപ്പും കയ്പും അല്ലെങ്കിൽ ഇതിൻ്റെ പുളിയൊന്നും നേരിട്ട് കഴിക്കാൻ ഇഷ്ടമില്ല. ശരിക്കും പറഞ്ഞത് കടിച്ചു തിന്നുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. അതുപോലെ മാതള നാരങ്ങയും നമ്മൾ ചുമ്മാ ചവച്ചരച്ച് തിന്നുന്നതിന് നല്ലത്. പക്ഷെ എനിക്ക് അതിൻ്റെ പുളിയും ആ കയ്പും ഇതിൻ്റെയൊക്കെ ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സംഭവം മേടിച്ചു. ഇതാ, ന്യൂട്രി പ്രോ എന്നാണ് ഈ മിക്സിയുടെ പേര്. ഒരു കുഞ്ഞൻ മിക്സി കേട്ടോ. എനിക്ക് എന്ത് ഉപകാരമാണെന്നറിയോ, 1/2 മിനിറ്റ് പോലും വേണ്ട. ഈ ഒരു 10 സെക്കൻഡിനുള്ളിൽ നമുക്ക് നെല്ലിക്ക, അനാറ്, അതുപോലെ കുമ്പളങ്ങ നീര് നല്ലതാണ്. നമുക്ക് വയറ് കുറയാനും പൊണ്ണത്തടി കുറയാനും കൊളസ്ട്രോൾ കുറയാനും ഇതൊക്കെ കുമ്പളങ്ങ നീര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി. അതുപോലെ ഇത് ഈ ഹെർബൽ ലൈഫിൻ്റെ നമ്മുടെ ജ്യൂസ് കുടിക്കുന്നവർക്ക് നല്ലതാണ്. അതുപോലെ നമ്മുടെ മക്കളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജിമ്മിനൊക്കെ പോയി, ആണുങ്ങളും പെണ്ണുങ്ങളും ഇപ്പോൾ ജിമ്മിലൊക്കെ പോയി അവരെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരു സമയമാണല്ലോ അല്ലേ. അപ്പോൾ അതിന് ശരിക്കും പേര് അത് തന്നെയാണ് കേട്ടോ, ന്യൂട്രിപ്പോ. ഈ ന്യൂട്രീഷന്മാർ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടീൻ പൗഡറുകളൊക്കെ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് പറ്റിയൊരു ജ്യൂസറാണ്. എനിക്ക് എന്തൊരു സന്തോഷം എന്നറിയത് ഈ സാധനം കിട്ടിയപ്പോൾ. അപ്പോൾ ഈ ഒരു സാധനം ഈ ഒരു മിക്സി ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താണ്. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇതിന് നമുക്ക് ഈ ഒരു ഇതിൽ വെക്കാനായിട്ട് 2 ജാറാണ്, നമുക്ക് ബ്ലേഡാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഈ 2 ജാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമുക്ക് പൊടിക്കാം. ഇത്രയും ചെറുതിൽ നമുക്ക് ഈ എന്താ പറയുക, ഏലക്കായ, കറുവപ്പട്ട, ജീരകം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക്, കുരുമുളക്, ഇതൊക്കെ പൊടിച്ചു വെക്കാനായിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്താലാണ്. ഇതിൻ്റെ ചെറിയ മിക്സിയുടെ ജാർ ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷേ ഇത് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പൊടിച്ചെടുക്കാനൊക്കെ ഈ ചെറിയ ജാർ നല്ലതാണ്. പിന്നെ നമ്മൾ ജ്യൂസ് കേട്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ ഈ എന്താ പറയുക ഗ്ലാസ് പോലെയൊക്കെ നമുക്ക് തോന്നും. ഇതുണ്ട്, ഈ ബ്ലേഡ് ഇതാണ്. ഇതിങ്ങനെ വെച്ചു കണ്ടോ. എന്നിട്ട് ഇതാണ് നമ്മൾ മിക്സിയിൽ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ഈ നെല്ലിക്ക ഞാനൊന്ന് അരിഞ്ഞ് നെല്ലിക്കയും അനാറും നിങ്ങളെ ഒന്ന് അടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഉപകാരം എന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ മാതള നാരങ്ങയുടെ ഉള്ളിലുള്ള അല്ലികളൊക്കെ വിടർത്തിയെടുക്കുക. ഈ മാതള നാരങ്ങയുടെ തൊണ്ട് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് നമുക്കത് പൊടിച്ചെടുത്താൽ നമുക്ക് സൗന്ദര്യവർദ്ധനം മുഖത്തൊക്കെ ഇടാം. അതുപോലെ ഞാനിപ്പോൾ ചെടികൾ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ഓർക്കിഡിനും ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൊണ്ടും നല്ല ഉപകാരപ്രദമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മാതള നാരങ്ങയുടെ അല്ലിയെല്ലാം വിടർത്തിയെടുത്തിട്ടുണ്ട്. ഒരു മാതള നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്കൊരു ദിവസത്തേക്ക് അത് മതി. വലിയ മാതള നാരങ്ങയാണെങ്കിൽ പകുതി വിതെടുത്താൽ മതി. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും പകുതി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് നെല്ലിക്ക ഒന്ന് എടുക്കാം. നെല്ലിക്ക എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം അത് ഒന്ന് എടുക്കുന്ന കത്തി
സ്റ്റീൽ കത്തി ആയിരിക്കണം കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇരുമ്പിൻ്റെ കത്തി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് നമ്മൾ ഇതുപോലെ ഒന്ന് വരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കഷ്ണമായിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ ആ ഒരു ഡിസൈൻ പോലുള്ള ഒരു വരയുണ്ടല്ലോ, അത് ഓരോന്നും നമുക്ക് അടത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇതുപോലെ അടത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം നെല്ലിക്ക ഒന്ന് അടിച്ചു നോക്കാം. ഇപ്പോൾ നെല്ലിക്ക നമ്മൾ ഇടുന്ന ചാറെന്ന് പറയുന്നത് വലിയ ചാറാണ്. വലിയ ചാറിൽ നമ്മൾ എടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം, അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിനുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഒഴിച്ചാൽ കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കിത് അരിക്കുന്ന സമയത്ത് ഒരല്പം കൂടി വെള്ളം നമ്മൾ ചേർക്കും. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതേപോലെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. അതിൻ്റെ അടപ്പം ടൈറ്റ് ചെയ്തതിന് ശേഷം ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും ഒരു ഗ്ലാസ് ഇരിക്കുന്ന പോലെയല്ലേ, ഇങ്ങനെ കമത്തി പിടിക്കുമ്പോൾ അത് നമ്മൾ അപ്പോൾ ശരിക്കും ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കമത്തി മിക്സിയുടെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുമ്പോൾ നോക്കുക, അതിനകത്ത് 3 പോയിന്റുകളുണ്ട്. അത് ആ ഒരു ഗ്യാപ്പിലേക്ക് ഇതിനുള്ള ഒരു നോബ് പോലെയാണ് ഒരു ഇതുണ്ട്. അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മിക്സി വെക്കുന്ന പോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് പൊതിച്ച് നോക്കണം ടൈറ്റ് ആയോ എന്നുള്ളത്. അതിനുശേഷം ഇതുമ്പോൾ ആകെ ഒരു സ്വിച്ചേ ഉള്ളൂ. ഇതിന് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒന്നും അല്ല. ഇത് അവർ പറയുന്നത് ഒറ്റ ടൈം 1 മിനിറ്റ് കൂടുതൽ അടിക്കാൻ പാടില്ല. കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു 10 സെക്കൻഡ് വീതം അടിച്ചെടുത്താൽ നെല്ലിക്ക ജ്യൂസ് എന്നല്ല ഏത് ജ്യൂസും, നെല്ലിക്കയുടെ ഹാർഡാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ആ ജ്യൂസൊക്കെ കിട്ടും. അപ്പം ഞാൻ അതെങ്ങനെ ഒന്ന് ജസ്റ്റ് നിർത്തി 3 പ്രാവശ്യം അടിച്ചു. ഇനി നമുക്ക് അരിച്ചു നോക്കാം. അതെ, അരിച്ചു നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഈ നെല്ലിക്കയുടെ ചണ്ടി ഉണ്ടല്ലോ, അത് പിഴിഞ്ഞെടുത്ത് ആയിട്ട് 2 പ്രാവശ്യം കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തിട്ട് എടുക്കാട്ടെ ജ്യൂസ്. ഇനി ഒരു കാര്യം ഞാൻ പറയണു, ഈ ജ്യൂസ് നെല്ലിക്കയുടെ ഈ ഫൈബർ അടങ്ങിയ ആ നാര് പോലെയുള്ളത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് സ്ട്രോ ഇട്ട് വലിച്ചു കുടിക്കാട്ടോ. അരിക്കാണ്ട് തന്നെ സ്ട്രോ ഇട്ട് വലിച്ചു കുടിക്കാം. പിന്നെ ഞാൻ നെല്ലിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് തേനും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ കഴിക്കാറ്. തേനിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അനാർ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന അല്ലി കളഞ്ഞിരുന്ന അനാറ് ഇതിലേക്ക് ഇടുന്നു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുന്നു. ഇതിലും ഞാൻ പറയുന്ന കുറച്ച് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ ഒന്നും കൂടി നമ്മൾ ആ അരിക്കുന്നതിലേക്ക് ഒഴിച്ച് പിഴിഞ്ഞെടുക്കുന്ന നല്ലതാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, മാതള നാരങ്ങയുടെ കുരു പോകാൻ വേണ്ടി മാത്രമാണ് ഇത് ഞാൻ അടിക്കുന്നത്. ഞാൻ ശരിക്കും അരിച്ചെടുക്കില്ല, കാരണം അതിൻ്റെ അടിയിൽ കുരു കിടന്നോളും. ഈ കുരു ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം, അതിൻ്റെ വിത്ത്. കാരണം വെച്ചാൽ അതൊന്നും പൊടിയില്ല എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ 10 സെക്കൻഡ് വീതം 2-3 പ്രാവശ്യം പെട്ടെന്ന് അടിച്ചെടുക്കുക. സംഭവം ഓക്കെ ആയി. നമുക്ക് അരിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ട് നമ്മളത് ജ്യൂസ് വലിച്ചു കുടിച്ചാലും മതി. അരിച്ചെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ നമുക്കും അത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് വേഗം കുടിക്കാൻ പറ്റും. അത്ര ഇത് 2 ഞാൻ അടിച്ചു കാണിച്ചത് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അത്രയ്ക്ക് ഉപകാരപ്രദമായ ഒരു സംഭവമാണ് ഈ ന്യൂട്രി പ്രോ എന്ന് പറയുന്ന ഈ ഒരു മിക്സി കേട്ടോ. ഞാൻ വളരെ നാളായിട്ട് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും, ക്വാളിറ്റി ഉണ്ടാവും എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ഞാനിത് ഉപേക്ഷിച്ചിരുന്നത്. പക്ഷേ ഇത് വളരെ നല്ലതാണ്. ഞാനിപ്പോൾ 1 മാസമായി, എനിക്ക് 1 മാസം കൊണ്ട് വളരെ ഉപകാരമായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമാണെങ്കിൽ ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. ആമസോണിലെ സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ വില 1800 രൂപയാണ്. 2 വർഷത്തെ ഗ്യാരണ്ടിക്ക് 1800. 1 വർഷം കൂടി നമുക്ക് കൂടുതൽ ഗ്യാരണ്ടി വേണമെങ്കിൽ 200 രൂപയും കൂടെ ചേർത്താൽ 2000 രൂപയുടെ അടുത്ത് വിലയുള്ളൂ. നമുക്ക് 3 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളൂ. ഇത് എളുപ്പം നമുക്ക് വീട്ടിൽ ആമസോണിന് ഒരു പ്രത്യേകത കൊണ്ടുണ്ട്. നമുക്ക് എത്തിയിട്ട് നമുക്കത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആമസോൺകാർ അപ്പം തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്തൊരു മാറ്റിത്തരും. അപ്പോൾ അതിൻ്റെ ഒരു പേടിയും പേടിക്കണ്ട. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. കുറേ ഇംഗ്ലീഷ് മരുന്നും മറ്റുള്ള മരുന്നുകളൊക്കെ കഴിച്ച് നമ്മുടെ ശരീരം ഇതാക്കുന്നതിൽ നല്ലത് ഇതേപോലെയുള്ള നെല്ലിക്ക നാടൻ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പം ഇങ്ങനെ വലുത് വരുന്നുണ്ട്. ഏതായാലും നമ്മളൊന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. ഇത് എനിക്ക് ഉപകാരപ്രദമായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.